السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവിതങ്ങൾ, ദർശനങ്ങൾ, ചരിത്ര പശ്ചാത്തലങ്ങൾ, അവരുടെ മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ എന്നിവയൊക്കെ പറയുന്നുണ്ട്. മുഅ്ജിസത്ത്, കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകൾ, അത് അമ്പിയാക്കളിലൂടെയും ഔലിയാക്കളിലൂടെയും പ്രകടമാവുകയാണ്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളും ഔലിയാക്കളുമൊക്കെ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് പ്രകടമാകുന്ന മൽഹറുകളാണ്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് ഖുർആനിൽ കാണാം, ഉഹയിൽ മൗത ബിഇദ്നില്ലാഹ്. ഞാൻ മരിച്ചവരെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജീവിപ്പിക്കും. മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്, അത് ഖുദ്റത്തുല്ലാഹിൽ പെട്ടതാണ്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകൾ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ അധികാരം അതിവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അവൻ്റെ അധികാരം അംബിയായിലൂടെയും ഔലിയായിലൂടെയും അവൻ ഇവിടെ പ്രകടമാക്കുകയാണ്. അതാണ് റംലി ഇമാം പറഞ്ഞത്, മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും മർജിഅ് അത് ഖുദ്റത്തുല്ലാഹിലേക്ക് ആണ് എന്ന്. അപ്പോൾ മുഅ്ജിസത്തുകളും കറാമത്തുകളും കേൾക്കലും പറയലും ഒക്കെ, അത് കാണലും അനുഭവിക്കലുമെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകൾ പറയലും കാണലും അനുഭവിക്കലുമാണത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകൾ ദർശിക്കുവാനും അനുഭവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അവൻ്റെ അമ്പിയാക്കളും ഔലിയാക്കളുമൊക്കെ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം മുഅ്ജിസത്തുകളും കറാമത്തുകളും കാണാം. വ ഔഹൈന ഇലാ മൂസ ഇദിസ്തസ്ഖാഹു ഖൗമുഹു അനിദ്രിബ് ബിഅസാക്കൽ ഹജർ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയ്ക്ക് തീരെ വെള്ളം കിട്ടാനില്ല, കുടിക്കാനുമില്ല, കുളിക്കാനുമില്ല. ആ സമയം അവർ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചെന്നിട്ടാണ് സഹായം തേടുന്നത്, ഞങ്ങൾക്ക് വെള്ളമില്ല, വെള്ളം തരണം എന്ന്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നിർദ്ദേശം കൊടുക്കുകയാണ്, തങ്ങളെ കയ്യിലുള്ള വടി കൊണ്ടൊന്ന് പാറക്കല്ലിന് അടിക്കണം. അടിച്ചപ്പോൾ വെള്ളം ഉറവ് പൊട്ടി വന്നു. വെള്ളം എന്നല്ല, ഒരുപാട് വെള്ളങ്ങൾ ഉറവ് പൊട്ടി വന്നു. അവർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഖുദ്റത്തുല്ലാഹിയാണ്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മുഅ്ജിസത്തുകളും കറാമത്തുകളും ധാരാളം ഖുർആനിലുണ്ട്. ഈ മുഅ്ജിസത്ത്, കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഖർഖുലിൽ ആദ, അസാധാരണ സംഭവങ്ങളാണത്. യഥാർത്ഥത്തിൽ അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന ഖർഖുലിൽ ആദ, അതിന് മുഅ്ജിസത്ത് എന്നും, ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന ഖർഖുലിൽ ആദ അതിന് കറാമത്ത് എന്നും പറയും. ഇത് പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, രണ്ടും ഒന്നാണ്. ഒന്ന് മുഅ്ജിസത്ത്, ഒന്ന് കറാമത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ബുസ്താനുൽ ആരിഫീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി സംഭവിക്കുന്നതെല്ലാം ഔലിയാക്കൾക്ക് കറാമത്തായി സംഭവിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലിലൂടെ വെള്ളം വന്ന സംഭവം സ്വഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ. 1500 സ്വഹാബികൾ, അവർക്ക് തീരെ വെള്ളമില്ല, കുടിക്കാനുമില്ല, വുദു ചെയ്യാനുമില്ല. ആ സമയത്ത് ഹബീബായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം വെള്ളം ലഭിച്ചു. അവിടത്തേക്ക് കുടിക്കാനും വുളു ചെയ്യുവാനും മാത്രമേ ആ വെള്ളമുള്ളൂ. ആ വെള്ളത്തിലേക്ക് തങ്ങൾ കൈവിരൽ വെച്ചു, അതിലൂടെ ജലപ്രവാഹമുണ്ടായി. 1500 സ്വഹാബികൾ വുളു ചെയ്തു.
കുടിച്ചു, എന്നിട്ടും ബാക്കി. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ഞങ്ങൾ 1,00,000 പേരുണ്ടായിരുന്നുവെങ്കിലും അത് മതിയാകുമായിരുന്നു. ഇതൊരു മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ മുഅ്ജിസത്ത്. ഇത് കറാമത്തായി ഔലിയാക്കൾക്ക് സംഭവിക്കാം. അതാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ബുസ്താനുൽ ആരിഫീനിൽ രേഖപ്പെടുത്തിയത്. ഷെയ്ഖുൽ മശായിഖ് സയ്യിദന മുഹമ്മദ് അബീ ബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ കൈവിരലിലൂടെ വെള്ളം വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി സംഭവിക്കുന്നതെല്ലാം ഔലിയാക്കൾക്ക് കറാമത്തായി സംഭവിക്കാം. എന്നാൽ ഈ മുഅ്ജിസത്തും കറാമത്തുകളും അതിനെ സംബന്ധിച്ച് അൻവാഉൽ മുഅ്ജിസാത്ത്, അൻവാഉൽ കറാമാത്ത് എന്നൊരു ചർച്ചയുണ്ട്. മുഅ്ജിസത്തുകളും കറാമത്തുകളും പല ഇനങ്ങളിലായി സംഭവിക്കും. ഉദാഹരണം പറയട്ടെ, ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വസ്തുവിനെ മറ്റൊന്നായി മാറ്റുക. ഇത് മുഅ്ജിസത്തിൻ്റെ ഒരു ഇനമാണ്, അതുപോലെ കറാമത്തിൻ്റെ ഒരു ഇനമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നടന്നു പോവുകയാണ്. അപ്പോൾ സ്വഹാബികൾ അവിടെയുണ്ട്. അവർ ഒരു കിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നുണ്ട്. പക്ഷേ ആ വെള്ളം ഉപ്പുരസമുള്ള വെള്ളമായിരുന്നു. ഹബീബായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഴി നടന്നു പോകുമ്പോൾ സ്വഹാബത്തിനോട് വിഷയം ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് യബ്സാൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു വെള്ളമാണ്, അതിലെ വെള്ളത്തിനാണെങ്കിൽ ഉപ്പുരസമാണ്. ഹബീബായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബൽ ഹുവ നുഅ്മാൻ വമാഉഹു തയ്യിബ്. അയാളുടെ പേര് നുഅ്മാൻ എന്നാണ്, അങ്ങനെയാണ് വിളിക്കേണ്ടത്. ഫതാബ, ഹബീബായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞതോടുകൂടി പിന്നീട് ആ വെള്ളത്തിന് ഉപ്പുരസമേ ഇല്ല, ശുദ്ധമായ വെള്ളം. അപ്പോൾ ഉപ്പുവെള്ളത്തെ ശുദ്ധമായ പച്ചവെള്ളം എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം, അങ്ങനെ ആക്കി തീർത്തു. ഒരു വസ്തുവിനെ മറ്റൊന്നാക്കി മാറ്റുക എന്നത്. ഇത്തരം സംഭവങ്ങൾ ധാരാളം കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സംസം കൊണ്ടുവരപ്പെട്ടു. ആ സംസം വെള്ളത്തിലേക്ക് ഹബീബായ തങ്ങളൊന്ന് അവിടുത്തെ പരിശുദ്ധമായ വായിൽ വെച്ചുകൊണ്ട് ആ വെള്ളം സംസം വെള്ളത്തിലേക്ക് ആക്കിയപ്പോൾ ഫസാറ അത്യബ മിനൽ മിസ്ക്, ആ സംസം വെള്ളത്തിന് കസ്തൂരിയെക്കാട്ടിലും നല്ല വാസന ഉണ്ടായിരുന്നു. സംസം വെള്ളത്തിൻ്റെ വാസന നമുക്കറിയാം. പക്ഷേ ഹബീബായ തങ്ങൾ അതുമായി ബന്ധപ്പെട്ടപ്പോൾ അതിന് കസ്തൂരിയെക്കാട്ടിലും വാസന ഉണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ ഒരു വസ്തുവിനെ മറ്റൊന്നാക്കി മാറ്റുക, അത് വെള്ളമായാലും അതുപോലെ തന്നെ മറ്റേത് വസ്തുവായാലും ചരിത്രങ്ങളിൽ നമുക്ക് ധാരാളം ദർശിക്കുവാൻ സാധിക്കും. വമസഹ അലാ റഅസി ഉമൈർ ബിൻ സഅദ് വബറക. ഒരിക്കൽ ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലയിലൊന്ന് തടവി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ഫമാത വഹുവ ബിനു 80. 80ാമത്തെ വയസ്സിലാണ് ആര് വഫാത്താകുന്നത്? ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഫമാ ഷാബ, എന്നാൽ അദ്ദേഹത്തിന്, ആ സ്വഹാബിക്ക് വഫാത്താകുമ്പോൾ തലമുടി നരച്ചിട്ടേയില്ല. 80ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പർശിച്ചത് കാരണം തലമുടി എന്തായില്ല, നരച്ചിട്ടില്ല. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ സ്വഹാബികളുടെ ചരിത്രത്തിൽ കാണാം. അൽ ഹാഫിൾ ഇമാം അഹ്മദ് ബിൻ ഹജർ അൽ അസ്ഖലാനി അവരുടെ അൽ ഇസാബ ഫി തമീസി സ്വഹാബ എന്ന കിതാബിൽ ഇത്തരം സംഭവങ്ങൾ കാണാം. ഇബ്നുൽ അസീറിൻ്റെ ഉസ്തുൽ ഗാബ ഫി മാരിഫത്തി സ്വഹാബ എന്ന കിതാബിലും കാണാം. ചില സ്വഹാബികളൊക്കെ തലപ്പാ വായിച്ചാൽ മുടി നിലത്തെത്തി പോകുമായിരുന്നു. അതെന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ തലയിൽ കൈവച്ചിരുന്നു. അതുകൊണ്ട് ആ തലമുടിയുമായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ വേണ്ടി. ആ തലമുടിയിലേക്ക് നോക്കിയാൽ മുടിയൊക്കെ നിറച്ചിട്ടുണ്ടാവും, ഒരു ഭാഗത്ത് മാത്രം കറുപ്പ് കാണാം. എന്തേ? ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവി എന്നത് കാരണം. മാഷാ അല്ലാ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഒരു സംഭവം ഈ ഉള്ളവൻ പറയട്ടെ.
വമസ അല റഅസി ഖൈസ് ബിൻ സെയ്ദിൽ ജുദാമിയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈസ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ തടവി. വദഅ ലഹു, ആ സ്വഹാബിക്ക് വേണ്ടി ദുആ ചെയ്തു. ഫഹലക വഹുവ ഇബ്നു മിഅത്തി സന, 100ാമത്തെ വയസ്സിൽ ആ സ്വഹാബി വഫാത്തായിപ്പോയി. വറഅസുഹു അബിയളു, ആ സ്വഹാബിയുടെ തല മുഴുവനും നരച്ചിട്ടായിരുന്നു. 100ാമത്തെ വയസ്സിൽ വഫാത്തായ ഒരാളുടെ തലമുടി മുഴുവൻ നരച്ചു എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. പിന്നെ ഇതിൽ അത്ഭുതം എന്താണ്? വമൗദിഉ കഫിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ മറത് യദുഹു അലൈഹി മിൻ ശഅരിഹി അസ്വദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച ആ ഭാഗം, തടവിയ ആ ഭാഗം മാത്രം കറുപ്പാണ്, ബാക്കി എല്ലാ ഭാഗങ്ങളും നരച്ചിട്ടാണ്. 100ാമത്തെ വയസ്സിൽ പോലും ഈ സ്വഹാബിയുടെ തലമുടിയിൽ ഇത് കാണുമായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു വസ്തുവിനെ മറ്റൊന്നായി മാറ്റുക, ഒരു വസ്തുവിൻ്റെ സ്വഭാവം എന്താണോ അത് തന്നെയാക്കി നിർത്തുക. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മുഅ്ജിസത്തുകളിലും കറാമത്തുകളിലും കാണാം. മാഷാ അല്ലാഹ്, സയ്യിദന അൽ ഗൗസുൽ അഅ്ളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്. ജാഅ റജുലുൻ ഇലൽ ഗൗസിൽ അഅ്ളമി റളിയല്ലാഹു അൻഹു വഖാല ഹാദൽ ബാബുൽ ആലി ഖിബ്ലത്തുൽ ഹാജാത്ത്. ഒരാൾ ഗൗസുൽ അഅ്ളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ അടുക്കൽ വന്നു പറഞ്ഞു, ഈ അത്യുന്നതമായ, ഈ ഉന്നതമായ കവാടം അത് ഖിബ്ലത്തുൽ ഹാജാത്ത്, ആവശ്യക്കാരുടെ ഖിബ്ലയാണ്. വമൽജഉൻ നജാത്ത്, രക്ഷ തേടി വരുന്നവരുടെ അഭയകേന്ദ്രവുമാണ്. ഫഅന അൽതജിഉ ഇലൈഹി വഅത്ലുബു വലദൻ ദക്കറ, ഞാൻ അങ്ങയോട് ഒരാവശ്യം ഉന്നയിക്കുകയാണ്, എനിക്ക് ഒരു ആൺകുട്ടിയെ വേണം. ഫഖാല ലഹുൽ ഗൗസു, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, തൊലബുത്തു മിനല്ലാഹി അൻ യുഅതീക മാ തുരീദു ഫയുഅതീക്, ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിനക്കൊരു ആൺകുഞ്ഞിനെ തരുവാൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് നിൻ്റെ ഭാര്യ ഇനി ഒരു ആൺകുട്ടിയായിരിക്കും പ്രസവിക്കുക. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു. പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത് ആൺകുട്ടിയാണ് ഉണ്ടാവുക എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാണ്. അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്തു മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, കലാമുന അല വലദിൻ ദക്കരിൻ വഹാദിഹി ബിൻത്. അവിടത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് ആൺകുട്ടിയെയായിരുന്നു, പക്ഷേ എൻ്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയെയാണ്. മാഷാ അല്ലാഹ്, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിനെ ഒരു ശീലയിൽ ഇങ്ങനെയൊക്കെ പൊതിഞ്ഞിട്ട് പറഞ്ഞു, നീ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, അവിടെ എത്തുമ്പോഴേക്കും നീ എന്താണോ ഉദ്ദേശിച്ചത് അതങ്ങനെ തന്നെയാകും. അദ്ദേഹം വീട്ടിലെത്തി. ഈ കുട്ടിയെ തുറന്നു നോക്കിയപ്പോൾ മാഷാ അല്ലാഹ് ഫഇദാ ഹിയ വലദുൻ ദക്കറുൻ ബിഖുദ്റത്തില്ലാഹി തആല, ആ കുഞ്ഞ് എന്താണ്? പെൺകുട്ടിയല്ല, അപ്പോൾ ആൺകുട്ടിയാണ് ഉണ്ടായത്. പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റുന്നു, ഒരു വസ്തുവിനെ മറ്റൊന്നാക്കി മാറ്റുക. ഇവിടെ തന്നെ കാണാം, ഫഇദാ ഹിയ വലദുൻ ദക്കറുൻ ബിഖുദ്റത്തില്ലാഹി തആല, പെൺകുട്ടി അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് ആൺകുട്ടിയായി മാറി. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് നേർക്കാഴ്ചയിൽ കാണുവാൻ ആ മനുഷ്യന് ഭാഗ്യമുണ്ടായി. മാഷാ അല്ലാഹ്, ഇത്തരം ഒരുപാട് സംഭവങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്നല്ല, ഒരുപാട് മശായിഖന്മാരിലും ഔലിയാക്കളിലും കാണാം. സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ ചരിത്രത്തിലും നമുക്ക് ഇത്തരം സംഭവങ്ങൾ കാണുവാൻ കഴിയും. എനിക്ക് വ്യക്തിപരമായി വലിയ പരിചയമുള്ള ഒരു ഉസ്താദ് അവിടുത്തെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. ആ ഉസ്താദ് കണ്ണൂർക്കാരനാണ്. ആ ഉസ്താദ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ 3 തവണ പ്രസവിച്ചു. ആ 3 പ്രസവത്തിലും പെൺകുട്ടിയാണ്. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ ഭാര്യ 4ാമതും ഗർഭം ധരിച്ചിട്ടുണ്ട്, 4 മാസം ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹം, എൻ്റെ ഭാര്യ ഇനി പ്രസവിക്കുന്നത് ഒരു ആൺകുട്ടിയായിരിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആശയും ആഗ്രഹവും അഭിലാഷവുമെല്ലാം.
ഇങ്ങനെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഇത് അള്ളാഹുവിനോട് പറയുക എന്നല്ലാതെ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കാനോ ആൺകുട്ടിയെ പെൺകുട്ടിയാക്കാനോ ഒന്നും സയൻസ് വളർന്നിട്ടില്ല. പക്ഷേ അത് കഴിയുന്ന ആളുകളുണ്ട് ഇവിടെ. അത് അള്ളാഹുവിൻ്റെ കുദ്റത്തുകൾ, അള്ളാഹ് അധികാരം കൊടുത്ത അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കൊക്കെയാണ് ഇതിന് കഴിയുക. പക്ഷേ നമുക്ക് അമ്പിയാക്കളെ നേരിട്ട് ദർശിക്കുവാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇനിയൊരു നബിയില്ല. നമ്മുടെ ഈ കാലഘട്ടമാണെങ്കിൽ മശായിഖന്മാരുടെയും കുമ്മലുൽ ഔലിയാഇൻ്റെയും കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കെയാണ് കണ്ണൂരിലെ പെരിങ്ങത്തൂരിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അന്ന് അറിയപ്പെട്ട വലിയൊരു മഹാൻ വരുന്നത്. ആ മഹാൻ്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ഈ ഉസ്താദ് തൻ്റെ ആഗ്രഹം പറഞ്ഞു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ആൺകുട്ടിയും പെൺകുട്ടിയുമായി വേർതിരിഞ്ഞു പോയ സമയത്താണ് ഈ ഉസ്താദ് ഈ മഹാൻ്റെ ഹദ്റത്തിൽ ചെന്ന് പറയുന്നത്. അപ്പോൾ ആ മഹാൻ ഈ ഉസ്താദിനോട് നിങ്ങളെ ഭാര്യ ഇനി പ്രസവിക്കുന്നത് ആൺകുട്ടിയാവണം എന്ന് ദുആ ചെയ്തില്ല, മറിച്ച് പെൺകുട്ടിയല്ലേ നല്ലത്, പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. അപ്പോൾ ഈ ഉസ്താദിന് മനസ്സിലായി തൻ്റെ ഭാര്യ ഇനി പ്രസവിക്കാൻ പോകുന്നത് പെൺകുഞ്ഞിനെ തന്നെയാണ് എന്ന്. 3 പെൺകുട്ടികളുണ്ട്. അടുത്തതൊരാൺകുട്ടിയാവണമെന്ന് ഏതൊരു പിതാവിൻ്റെയും ആഗ്രഹമാണ്. മാത്രമല്ല ചില തഫ്സീറിൻ്റെ കിതാബിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, സ്ത്രീകൾ ആദ്യമായിട്ട് ഗർഭം ധരിക്കുമ്പോൾ അവർ വിചാരിക്കുമത്രേ എൻ്റെ ഈ ഗർഭത്തിലുള്ള കുഞ്ഞ് ആൺകുട്ടിയാണ് എന്ന്. അങ്ങനെ പെരിങ്ങത്തൂരിൽ ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി. അന്ന് കണ്ണൂരിൽ തന്നെ തലശ്ശേരിയിൽ ഒരു വീട്ടിൽ ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ ആലം സയ്യിദന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മടവൂർ ഷെയ്ഖിനിയുടെ തിരുഹദറത്തിലേക്ക് ചെന്നു. തലശ്ശേരിയിൽ കേയി എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലായിരുന്നു അന്ന് മടവൂർ ഷെയ്ഖിന ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ആളുകളുണ്ട്, ഷെയ്ഖിനെ കാണാൻ വന്നിട്ടുണ്ട്. ഇദ്ദേഹം ചെന്നു. ഇദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ ഖുതുബുൽ ആലം തങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു എന്നൊന്നുമല്ല, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പെരിങ്ങത്തൂരിൽ നിന്ന് ഇന്നാലിന്ന മഹാനെ കാണാൻ പോയതായിരുന്നു. അവരോട് എൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. അവരിങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. മാഷാ അല്ലാഹ്, ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ലോകരാജാവായ സയ്യിദന ഖുതുബുൽ ആലം തങ്ങളോടാണ് ഇദ്ദേഹം തൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ മടവൂർ ശൈഖുന ചോദിച്ചു, നിങ്ങൾക്ക് ആൺകുട്ടിയെ വേണോ? അദ്ദേഹം പറഞ്ഞു, അതെ. ഭാര്യയ്ക്ക് എത്ര മാസമായി? 4 മാസമായി. മടവൂർ ശൈഖിന ഒന്ന് കണ്ണടച്ചു തുറന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ കുട്ടിയെ ആണാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം. മാഷാ അല്ലാഹ്, ഈ ഉസ്താദ് പറയുന്നു എൻ്റെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയായി. മാഷാ അല്ലാഹ്, ഈ ഉസ്താദിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പോയപ്പോൾ ഈ ആൺകുട്ടിയെ കാണുവാനും സംസാരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ അംബിയായിലും മശായിഖന്മാരിലും ഔലിയായിലൊക്കെ കാണുവാൻ കഴിയും. പക്ഷേ തദ്ബീറുൽ ആലം, തസ്രീഫ്, തംകീൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഔലിയാക്കൾക്കുണ്ടാവില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിസായി കാലഘട്ടത്തിൽ വരുന്ന അത്യുന്നതരായ മശായിഖന്മാരിൽ മാത്രമേ തദ്ബീറുൽ ആലം പോലത്തെ വലിയ വലിയ സംഭവങ്ങൾ കാണുവാൻ കഴിയും. അത്തരക്കാരെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുവാൻ അള്ളാഹു ഓരോ കാലഘട്ടത്തിലും മുദബ്ബിറുകളെ ഏൽപ്പിക്കും. അത്തരം മുദബ്ബിരീങ്ങളിൽപ്പെട്ട വലിയ മഹാരഥനാണ് ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ ആലം സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ.